സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് സൂസൻ ബൈജു തച്ചൽ. ഞാൻ ഗ്രേസ് കാൻഡിൽസിൻ്റെ പ്രൊപ്പറേറ്ററാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോടുള്ളൊരു പാഷൻ കാരണം ഇതൊരു ഹോബിയായി മാറ്റി ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ അതൊരു ചെറിയ ബിസിനസ്സാക്കി മാറ്റി. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കാൻഡിൽസ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ലൈക്ക് വെഡ്ഡിങ്, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇതിന് ഏത് തീം അനുസരിച്ചും കാൻഡിൽസ് ചെയ്യും. കാൻഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പാരഫിൻ വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. ഇത് അത്ര എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് അല്ല. ഇതിന് ഒത്തിരി ക്ഷമ വേണം. ക്ഷമ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോൾഡ്സ് ഉണ്ട്. അത് ബോംബെയിൽ നിന്നാണ് വരുത്തുന്നത്. ഈ മോൾഡ്സിൽ ഡിഫറെൻറ്റ് ഷേപ്സിൽ കാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റും. കാൻഡിൽസ് നമ്മൾ മോൾഡിൽ ഒഴിച്ച് അതിൻ്റെ ആ ഷേപ്പ്, ഓരോ മോൾഡ് ഡിഫറെൻറ്റ് ഷേപ്സിലുണ്ടാവും. അത് വാക്സ് ഉരുക്കി അതിൽ ഒഴിച്ച് കഴിഞ്ഞ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഐഡിയ വെച്ചാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ വാക്സിൻ്റെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യും, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഒരു ഐഡിയ, നമ്മുടെ ഏത് തീമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് ഉള്ളത് ഫോട്ടോ പ്രിൻറ്റഡ് കാൻഡിൽസ് ആണ്. അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് പ്ലെയിൻ കാൻഡിൽ ഒട്ടിക്കും. അപ്പോൾ അതൊരു അതിനാണ് ഫോട്ടോ പ്രിൻറ്റഡ് കാൻഡിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ തീം, വെഡ്ഡിങ്, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, അതിന് കസ്റ്റമേഴ്സ് ഏത് തീമാണ് പറയുന്നത്, ഏത് കളറാണ്, അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കാൻഡിൽ ബിസിനസ് എന്ന് വെച്ചാൽ അതൊരു സീസണൽ ഇതാണ്. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് ടൈമിൽ നല്ല സെയിലാണ്, നമുക്കത് ഓർഡേഴ്സ് ഒത്തിരി വരും. ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഓരോ ഫങ്ഷൻസിന്, ഫോർ എക്സാമ്പിൾ വെഡ്ഡിങ്, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, ഇതിനൊക്കെ ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് ആ തീമിൽ നമ്മൾ ചെയ്തു കൊടുക്കും. എൻ്റെ ഒരു ഹോബി ആയിരുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഈ ഫീൽഡിൽ വന്നത്. പിന്നെ ഇടയ്ക്ക് ഡിസൈനർ കാൻഡിൽസ് അങ്ങനെ അധികം ആരും ചെയ്യാറില്ല. അപ്പോൾ അത് ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്താണ് ഈ ഫീൽഡിൽ വന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സ് അവൈലബിൾ ആണ്. നമ്മുടെ കാൻഡിൽസ് കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ്. ഒരു കസ്റ്റമറിൻ്റെ തീം അനുസരിച്ച് നമ്മൾ കൈവച്ച് തന്നെ എല്ലാം എല്ലാം ചെയ്യുന്നതാണ്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. തുടക്കകാലത്ത് നമുക്ക് ചില ഫ്യൂ ഡിസൈൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ ആവശ്യം അല്ലെ തീം, അവർ പറയുന്ന അതേ സ്റ്റൈൽ, അതേ ഷേപ്പ്, അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് ചെയ്യുന്നതാണ് കാൻഡിൽസ്.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഫ്രോസ്റ്റഡ് ഉണ്ട്, പ്രിൻറ്റഡ് ക്യാൻഡിൽസ് ഉണ്ട്, ഫോട്ടോ ക്യാൻഡിൽസ് ഉണ്ട്, പിന്നെ ചങ്ക് ക്യാൻഡിൽസ്, പില്ലർ ക്യാൻഡിൽസ്. തുടക്കകാലത്ത് ക്യാൻഡിൽസ് ചെയ്യുമ്പം മെറ്റീരിയൽസ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമയം അങ്ങനെയല്ല, എല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പണ്ട് സ്ലാബ് പോലെ ആയിരുന്നു നമുക്ക് വാക്സ് കിട്ടിക്കൊണ്ടിരുന്നത് മാർക്കറ്റിൽ. ഇപ്പോൾ അത് ഗ്രാന്യൂൾസ് പോലെ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ആയാലും കളേഴ്സ് ആയാലും എല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ ഈ ചെയ്യുന്ന വർക്ക് ഞാൻ ഒറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റിയതല്ല, ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുൻപോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ്. My family, my husband Baiju Francis Tachel, and my 2 sons Francis and Joshua. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട്, ഫാദർ റോബിൻ, who gives the full support for this. ഞാൻ ഒരു കേക്ക് ആർട്ടിസ്റ്റാണ്, കേക്ക് ഡിസൈനർ കേക്ക്സ് ചെയ്യുന്ന കേക്ക് ആർട്ടിസ്റ്റ് ആൻഡ് ഹോം ബേക്കർ. ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, ഗ്രേസ് ക്യാൻഡിൽസ്. ഓൺലൈൻ ഓർഡേഴ്സൊക്കെ ഫേസ്ബുക്ക് വഴിയാണ് നമുക്ക് വരുന്നത്, പേജ് വഴിയാണ് വരുന്നത്. ഞാനൊരു കേക്ക് ആർട്ടിസ്റ്റ് ആണ്, ഹോം ബേക്കിംഗ് ചെയ്യുന്നു. കസ്റ്റമൈസ്ഡ് കേക്ക്സ് ആൻഡ് തീം കേക്ക്സ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യവും ഇഷ്ടവും അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നു. ഒരു ക്യാൻഡിൽ ഡിസൈനർ ക്യാൻഡിൽസും ചെയ്യുന്നു. ഞാൻ ജനിച്ചത് കൊച്ചിയിലാണ്. അത് കഴിഞ്ഞ് പപ്പ നേവിയിലായ കാരണം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോവായിരുന്നു, ബോംബെ, കൽക്കട്ട, വിശാഖപട്ടണം, അങ്ങനെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മധ്യപ്രദേശിലായിരുന്നു. അവിടെ വെച്ച് ഒത്തിരി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠിക്കാൻ പറ്റി. അവിടെ വെച്ചാണ് ക്യാൻഡിലിൻ്റെയും തുടക്കം ഇട്ടത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സെറ്റിലായി കഴിഞ്ഞപ്പം പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒത്തിരി ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പാഷൻ ഹോബിയായിട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ചെറിയ ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. ഇപ്പോൾ അതൊരു ബിസിനസ്സായിട്ട് നടത്തുന്നു. പുതിയ തലമുറയിലെ ക്യാൻഡിൽ വ്യവസായത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഏതൊരു ഫങ്ഷൻസിനായാലും ക്യാൻഡിൽ ഇല്ലാത്തൊരു ഫങ്ഷനില്ല. അപ്പോൾ അതൊരു നല്ല ബിസിനസ്സായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ക്യാൻഡിൽസൊക്കെ നമ്മൾ ക്രിസ്മസ് ടൈമിൽ ചെയ്യുന്ന ക്രിസ്മസ് തീം ക്യാൻഡിൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് സ്പൈറൽ ക്യാൻഡിലാണ്. ഇതൊരു 2 കളറിട്ട് ചെയ്യുന്നതാണ്. ഫ്രോസ്റ്റഡ് ക്യാൻഡിൽ, സ്പൈറൽ തീം. ഇതും ഫ്രോസ്റ്റഡ് ക്യാൻഡിൽസാണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പ്രത്യേകിച്ച് ഇത് നല്ല മൂവിങ് ക്യാൻഡിലാണ്. ഇത് മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതും ഫ്രോസ്റ്റഡ് എന്നാണ് ഇതിനും പറയണത്. ഇത് ഡ്രൈ ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഇതും ഡ്രൈ ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന. ഇത് ഹൗസ് വാമിങ്
അല്ലെ ബാപ്റ്റിസം അങ്ങനത്തെ ഓരോ ഫങ്ഷൻസിന് ചെയ്തു കൊടുക്കുന്നതാണ്. ഇത് ജെൽ കാൻഡിലാണ്. ജെല്ല് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണിത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സിൽ. ഇത് ജെൽ കാൻഡിൽസ് ആണ്. ഫോട്ടോ ഇംപ്രിൻറ്റഡ് കാൻഡിൽസ് ആണ്. ഇതും പല കളേഴ്സിൽ നമുക്ക് ചെയ്യാം. ഇത് ക്രിസ്മസ് സീസണിൽ ചെയ്യുന്ന ക്രിസ്മസ് തീം കാൻഡിൽസ് ആണ്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും ക്രിസ്മസിന് ചെയ്യുന്ന കാൻഡിൽസ് ആണ്. ക്രിസ്മസ് തീം കാൻഡിൽസ്. ക്രിസ്മസ് ഫാദറിൻ്റെ ഫേസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഫ്രോസ്റ്റഡ് കാൻഡിൽസ് എന്നും ഇതിന് പറയും.